ഈ നല്ല ദിവസത്തിനായി കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. 2 കൊരിന്തോസ് 9-ാം അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ വ്യക്തമാക്കുന്നു: വിതക്കാരന് വിത്തും ഭക്ഷിക്കുവാൻ അപ്പവും കൊടുക്കുന്നവൻ നിങ്ങൾക്ക് വിതയ്ക്കുവാനുള്ള വിത്ത് തരികയും അതിനെ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ അളവ് സമൃദ്ധമാക്കുകയും ചെയ്യും. നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് ദൈവം നിങ്ങളെ എല്ലാ വിധത്തിലും സമ്പന്നരാക്കുകയും അത് ഞങ്ങളിലൂടെ ദൈവത്തിന് കൃതജ്ഞതാ സ്തോത്രമായി പരിഗണിക്കുകയും ചെയ്യും. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വിതക്കാരന് വിത്തും ഭക്ഷിക്കുവാൻ അപ്പവും കൊടുക്കുന്നവൻ ആരാണ്? നമ്മുടെ കർത്താവായ ദൈവം. ആ ദൈവം നമുക്ക് വിതയ്ക്കുവാനുള്ള വിത്ത് തരുകയും അതിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. സ്നേഹമുള്ളവരെ, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട അവസ്ഥയുള്ളവരും പ്രതീക്ഷകൾ നഷ്ടപ്പെടാതെ കാത്തിരിക്കുന്നവരോടും പറയുവാനുള്ളത്, പ്രതീക്ഷകൾ അസ്തമിപ്പിക്കാത്ത ഒരു നീതി സൂര്യൻ നമുക്കുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. വിശ്വസിക്കുക. തിരുവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു, അധികം സമ്പാദിച്ചവന് ഒന്നും മിച്ചമുണ്ടായിരുന്നില്ല, അല്പം സമ്പാദിച്ചവന് കുറവുമുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് തിരുവചനം ഇങ്ങനെ വെളിപ്പെടുത്തുന്നത്? കുടുംബത്തിലും സഭയിലും ഉള്ള കുറവുകൾ നികത്തണമെന്നും സമത്വമുണ്ടാകണമെന്നും തുറന്ന മനസ്സോടെ കഴിവനുസരിച്ച് ഉദാരമായി ദാനം ചെയ്യണമെന്നും സൽപ്രവൃത്തികൾ ചെയ്യണം എന്നുമാണ്. ആർക്കു വേണ്ടിയാണ് കുറവുകളെ നികത്തേണ്ടത്? ആർക്കു വേണ്ടിയാണ് സമത്വമുണ്ടാകേണ്ടത്? ആർക്കു വേണ്ടിയാണ് ദാനം ചെയ്യേണ്ടത്? നമുക്ക് വേണ്ടി തന്നെയാണ്. നമുക്ക് വീണ്ടും നന്മ വരുവാൻ, നമുക്ക് ആയുസ് വർദ്ധിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 10-ാം തിരുവചനം വ്യക്തമാക്കുന്നു, ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കുകയും അന്ധകാരത്തിൽ പെടുന്നതിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യും. ദാനധർമ്മം അത്യുന്നതന്റെ സന്നിധിയിൽ വിശിഷ്ടമായ കാഴ്ചയാണ്. സ്നേഹമുള്ളവരെ, ഹൃദയം നുരുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ അഭയം പ്രാപിക്കുന്നവരെ കരച്ചിൽ നിർത്തി നമ്മുടെ കണ്ണുനീർ തുടയ്ക്കാം. നമ്മുടെ കർത്താവ് നമ്മെ കാത്തിരിക്കുകയാണ്. നമ്മുടെ ആവലാതികൾ അവിടുത്തെ മുൻപിൽ നമുക്ക് നിരത്തി വെക്കാം. സർവശക്തനായ ദൈവം നമ്മളെ സഹായിക്കുവാനായി കാത്തിരിക്കുന്നു. കാത്തിരുന്നു എന്നെ തിരഞ്ഞെടുത്തു എന്നേശുനാഥൻ. കാത്തിരിക്കും എൻ കരം പിടിച്ച എൻ്റെ ഉടയവനെ. കാത്തിരുന്നു എന്നെ തിരഞ്ഞെടുത്തു എന്നേശുനാഥൻ. കാത്തിരിക്കും എൻ കരം പിടിച്ച എൻ്റെ ഉടയവനെ. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും. കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. അതുകൊണ്ട് നമ്മുടെ നിരാശയെ നമുക്ക് മാറ്റി നിർത്താം. നാം വീണു പോകുവാൻ അവിടുന്ന് അനുവദിക്കുന്നില്ല. നമ്മുടെ കരം പിടിച്ച് നിരാശയെ പ്രത്യാശയാക്കി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നമുക്ക് ആ ദൈവത്തിൻ്റെ അടുത്തേക്ക് പ്രത്യാശയോടെ കടന്നു പോകാം. നമ്മളെ സഹായിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ അടുത്തേക്ക്. അവിടുന്ന് നമ്മെ കൈവിടാത്ത ദൈവമാണ്. ചഞ്ചല ഹൃദയവുമാ പതറിയ വേളകളിൽ ഞാൻ നിന്റെ പക്ഷത്തുണ്ടെന്ന് കേട്ടു ഞാൻ കാതുകളിൽ. ചഞ്ചല ഹൃദയവുമാ പതറിയ വേളകളിൽ ഞാൻ നിന്റെ
പക്ഷത്തുണ്ടെന്ന് കേട്ടു ഞാൻ കാതുകളിൽ. മാർവിൽ ചേർത്തിടും തോളിൽ വഹിച്ചിടുന്ന നല്ലിടയൻ യേശുനാഥൻ. ചേർത്തിടുന്ന തോളിൽ വഹിച്ചിടുന്ന നല്ലിടയനായ യേശുനാഥൻ. കാത്തിരുന്നു കാത്തിരുന്നു എന്നെ തിരഞ്ഞെടുത്തു എന്നേശുനാഥൻ. കാത്തിരിക്കും കാത്തിരിക്കും എൻ കരം പിടിച്ച എൻ്റെ ഉടയവനെ. അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും, ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. കർത്താവ് പറയുന്നു, നിങ്ങൾ ദാനധർമ്മം ചെയ്യുമ്പോൾ വൈമനസ്യത്തോടെയോ നിർബന്ധത്തിന് കീഴ്വഴങ്ങിയോ ആകരുത്. സന്തോഷപൂർവ്വം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത്. നമുക്ക് സന്തോഷത്തോടെ അവിടുത്തെ ജോലി ചെയ്യാം. കർത്താവ് നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ദൈവമെൻ കൂടെയുള്ളപ്പോൾ ചെങ്കടൽ തടഞ്ഞിടുമോ? വാഗ്ദത്തം എനിക്കുള്ളപ്പോൾ അസാധ്യം സാധ്യമാക്കിയിടും. ദൈവമെൻ കൂടെയുള്ളപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ചെങ്കടൽ തടഞ്ഞിടുമോ? അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. വാഗ്ദത്തം എനിക്കുള്ളപ്പോൾ ഓ യേശുവേ, അസാധ്യം സാധ്യമാക്കിയിടും. ഭുജബലത്താൽ എന്നെ വഴി നടത്തും. കർത്താവായ യേശു പ്രാണപ്രിയൻ യേശുനാഥൻ. ഹല്ലേലൂയ. ഭുജബലത്താൽ എന്നെ വഴി നടത്തും. യേശു പ്രാണപ്രിയനായ യേശുനാഥൻ. കാത്തിരിക്കുന്ന കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന നാഥ, തിരഞ്ഞെടുത്തു എന്നേശുനാഥൻ. കാത്തിരിക്കും കാത്തിരിക്കും എൻ കരം പിടിച്ച എൻ്റെ ഉടയവനെ. രണ്ട് കൊരിന്തോസ് 9-ാം അധ്യായം 12-ാം തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എന്തെന്നാൽ സേവനത്തിന്റെ ഈ ശുശ്രൂഷ വിശുദ്ധരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല, ദൈവത്തിനർപ്പിക്കുന്ന നിരവധി കൃതജ്ഞതാ സ്തോത്രങ്ങളിലൂടെ കരകവിഞ്ഞ് ഒഴുകുകയാണ്. നാം ചെയ്യുന്ന ഓരോ നന്മ പ്രവൃത്തിയും, നാം ചെയ്യുന്ന ഓരോ ദാനധർമ്മവും ദൈവത്തിനർപ്പിക്കുന്ന നിരവധി കൃതജ്ഞതാ സ്തോത്രങ്ങളുടെ കരകവിഞ്ഞ് ഒഴുകലാണെന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്നു. എനിക്കൊരു ഭവനമുണ്ട്, സ്വർഗീയ ഭവനം, നിത്യമായി വസിച്ചിടുവാൻ. എനിക്കായി മേഘേ വന്നിടും, എന്നെയും ചേർത്തിടുവാൻ. എനിക്കൊരു ഭവനമുണ്ട്, നിത്യമായി വസിച്ചിടുവാൻ. എനിക്കായി മേഘേ വന്നിടും, എന്നെയും ചേർത്തിടുവാൻ. ഞാൻ കണ്ണാൽ കാണുമേ ആ മാർവിൽ ചാരുമേ, നിത്യമായി വാഴുന്ന രാജാവിനെ. കണ്ണാൽ കാണുമേ ആ മാർവിൽ ചാരുമേ, നിത്യമായി വാഴുന്ന
എൻ യേശുനാഥൻ കാത്തിരിക്കും. കർത്താവിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ കരം കടന്നു. പിടിച്ച എൻ്റെ ഉടയവനേ. ഇന്നേ ദിവസം കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.